അപ്പോ ഇന്നത്തെ കൺസൈൻമെന്റ് യു കെക്കും കെ ടി എമ്മിനുമാണ്. ആ അപ്പൊ യു കെയും കെ ടി എമ്മാണ് ഇന്നത്തെ കൺസൈൻമെന്റ്. കളറിലേട്ടാ ലൈവില് ഗ്രാഫിക്സ് മോഡ് ഇല്ലാത്തോണ്ടൊരു സുഖല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യാണ്ട് സ്പീഡ് 18 പേരുണ്ട്. കെ ടി എം 15 ഉണ്ട്. യു കെ ആള് കുറവാണ്. യു കെ 9 പേര് കയറുമായിരിക്കും, അറിയില്ല. കുറച്ച് പ്രശ്നമായിട്ട് ഇവിടെ തിരിഞ്ഞിട്ടാ. എന്താ ട്രക്കിൽ മാത്രം ആളില്ല. എന്താ ട്രക്ക് ഓടിക്കാർക്കും വേണ്ടേ? പതുക്കൊണ്ടിരിച്ചിട്ടാ എല്ലാ വണ്ടിയിലും ഓരോരുത്തരൊക്കെ. ചില വണ്ടിയിൽ ഓരോരുത്തരെ വെച്ചിട്ടുള്ളൂ. മറ്റേ കോമഡി ഉണ്ടായിരുന്നു. മറ്റേ ഇത് മറ്റേ എന്താ പറയുന്നത്, വയറിന് കളിക്കുമ്പോ സ്ട്രൈക്ക് എടുക്കാൻ മറക്കുന്നത് അതിനെടുത്തില്ല. പ്ലാനാന്നൊക്കെ ഇതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് വണ്ടി എടുക്കാണ്ട് പോവാ. റിക്കിന്റെ ഐഡിയ ആവും. ഓക്കെ, അപ്പൊ കൺസ്യൂമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. യു കെ കണ്ട് മുകളിൽ ഹെലിയും കൊണ്ടുണ്ടായിരുന്നു. സാൻഡി അല്ലേ അവനെ ഏറി കൂടെ ഒക്കെ പോകുന്നു. അവനോട് ഞാടില്ല, അവനൊന്ന് ഇറങ്ങി ഇതാക്കണം. പിന്നെ അല്ലെങ്കിൽ റെഡി റെഡിയാ. ഓക്കെ, ട്രക്ക് എവിടെ പോയി? വേറെ വഴിയാ. കറക്റ്റ് 10:30, 28. 10 മണി നല്ല 10:30 തുടങ്ങണം, അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കേസിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ടീം ഇടപെടും. അല്ല, 2 ടീമിലൂടെ അവരെന്തി കെ ടി എം അത് ബി എമ്മിന്റെ ഹാങ്ങോസിൽ, യു കെയുടെ ഹാങ്ങോസിൽ 10 വണ്ടി ഉണ്ട് കേട്ടോ. പിടി 10 വണ്ടിയും 18 ആൾക്കാരും. കെ ടി എം 15, യു കെ 9, 10. യു കെ അനുഭവത്തിന് കെ ടി എം അടി തുടങ്ങി ഒരു വിധമാവും. ഇപ്പോഴും യു കെയുടെ എൻട്രി. കളഞ്ഞപ്പോഴല്ലേ കൊടുത്തത്. എന്ത് വാങ്ങ. ഓ, ഹെലി കോൾ കൊടുക്കാൻ. ഓക്കെ, കെ ടി എം അവിടെ ഉണ്ട്. കെ ടി എം ഇടപെടുന്നുണ്ട്. അതാരെ ഇതൊരു പിടിക്കാർ അവിടെ പോയിട്ട് ഇടി ഉണ്ടാക്കിട്ടൊന്നുമില്ല. അവിടെ കടത്തി വിടുന്നില്ലല്ലേ. താഴത്തോടെ വരുന്നുണ്ട്. മാന്യമായി വരുന്നുണ്ട് കേട്ടോ, പതുക്കെ. അറത് കൊടുത്തോണ്ടി. ദാവൂദ് ബ്രോ, താങ്ക് യു ഫോർ ദ സൂപ്പർ സ്റ്റിക്കർ. താങ്ക് യു ബ്രോ. അവിടെ ഇടി ഇതിലാണോ? എന്തിനാ ഞാൻ ഇപ്പൊ 2 ലൈവ് ചടങ്ങാം. ഇതിലാണോന്നാ ഞാൻ ലൈവ് ഇട്ടോണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങളൊരു കില്ലാടി തന്നെയാണല്ലേ. ഒരു യൂട്യൂബ്സ് എത്തി. യൂട്യൂബ്സ് കഴിഞ്ഞാൽ സാധാരണ അടി ഉണ്ടാവാറ്. ഓക്കെ, ഓടിച്ചോദിക്കി. മറിഞ്ഞില്ല.
ഗാങ്വാർ നല്ല കത്തലുണ്ട് കേട്ടോ. അതിന് എനിക്ക് മര്യാദക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. അയ്യോ പേടി വണ്ടിന്റെ പേടി അടിച്ചിടുന്ന പേടി തന്നെ. കത്തുന്നടാ പോടാ. ഡൗൺ ആയില്ല, ആരും ഇതുവരെ ഡൗൺ ആയിട്ടില്ല. ആരൊക്കെയാ കൺസേൺ ഷിയോക്കെയും KTM. പക്ഷെ KTM എത്തി, യുക്കെ ഇല്ലാതെ പോണ്. അയ്യോ കാട്ടൊക്കെ മാറ്റണം, ഇതൊന്നും നടക്കൂല. എന്തൊരു പിടുത്തത്. ഓക്കെ KTM ഇറങ്ങി അടിക്കുന്നുണ്ട് അവിടെ. ടയർ പോയി ചേട്ടാ, ട്രക്കിന്റെ ഒരു ടയർ പോയി. സോറി ഫോർ ദ കത്തലേ. ഇതുവരെ വന്നില്ല ചേട്ടാ. ഞാൻ കത്തിയായിരുന്നേ. ആണാ, ഞാനിപ്പോ കത്തുന്നോളൂ. ഭയങ്കര കത്തരുത്. റൈഡിൽ കിടക്കുന്നേ കുറച്ച് ലോങ് തന്നു കേട്ടോ. അതിന്റെ കത്ത് ക്രോസ് മറ്റേ തരണേ ബാഡ്ജാണേ. എന്താണ്ടി അവര് ടണൽ ക്രോസ് ചെയ്തെടുത്തിട്ടാ മതി. ZCPD ക്രോസ്റ്റ് പരട്ടണം. ചേർന്നുണ്ട്. രണ്ടെണ്ണം വന്ന് അതെങ്ങനെ? ZCPD നിയറിങ് ആയിരുന്നല്ലേ അത്. ഓക്കെ അടി തുടങ്ങി. ഓ ട്രക്ക് കുടുങ്ങി. ഓക്കെ ട്രക്ക് കൂടെ കുടുങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ തിരിച്ചേക്കും? ഓക്കെ PD ഇറങ്ങി. കറക്റ്റ് വളവിന്ന് കുരുത്തല്ലേ. കൊമ്പടിയൊക്കെ അതെ പിടിയില്. UK വന്ന്. ഓക്കെ അത് പീഡിക്കാരുണ്ട് കേട്ടോ അടിപ്പിക്കുന്നത്. വീണ്ടും ഇടിച്ചിടോ? ട്രക്ക് കുടുങ്ങിയിരിക്കുവാണ്. ട്രക്ക് കുടുങ്ങി. ആരൊക്കെ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇറങ്ങി ചാരുതര ഡൗൺ ആയിട്ടൊന്നുമില്ല. ചെറവറ അടി അവപ്പോ പറഞ്ഞു. ഒക്കെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോയി. എനിക്ക് ഇപ്പോഴേ ചെന്നാ ഇതാവുമല്ലോ. രണ്ടാട്ടിന്റെ ഇടയിൽ പെടുന്ന കുന്നരിയെ പോലെ. UK ഇറങ്ങാനും അതിന്റെ ഡിലേ ആയി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ UK സ്ട്രാറ്റജി ആളുകൾ കുറവാണ്ട് വെയിറ്റ് കളിക്കുന്നതാണ്. ഇവിടൊക്കെ അടി UK ഇറങ്ങി അടിക്കുന്നുണ്ട് ഇവിടെ. ഇതിന്റെ മോഡില്ല. ഓക്കെ PD ഇവിടെയും വന്നു. ഇതിനെ അടി. എന്റെ ആർമർ എങ്ങനെ പോയി? നാളെ കൊണ്ടുണ്ട്. ഒരെണ്ണം കൊണ്ടാവല്ലോ. MRXPM. ഓ യെസ് അത്ര ഉണ്ട്. ഇന്ന് ചൊവ്വാഴ്ച അല്ലേ? ബാക്കി സാധനങ്ങളുടെ പണി ഏകദേശം ആവുന്നുണ്ട് കേട്ടോ.
ഈ കിടിലൻ മിന്നലിന്റെ അടികൊള്ളം ഇരുന്നിട്ട് കിടി അത്ര അടിച്ചിട്ട് പോണില്ല കേട്ടോ, രക്ഷപ്പെട്ട്. വണ്ടി പൊട്ടിയോ? കാണിച്ചാൽ അടിക്കൊന്നും പറ്റില്ല. അതല്ല ഇവിടെ മറ്റേ വണ്ടി വന്ന് തിരിച്ചു കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓ മിന്നലിന്റെ മോളിൽ വന്ന് ടിക്കെടുക്കുക. ഓ 1 HP. ആ ഡൗൺ. ആര് കിടിലൻ മിന്നൽ ഒരാളെ പിക്കെടുത്തു എന്നിട്ട് ഡൗൺ ആയി. ചാടി പണിച്ചത്താ മിസ്റ്റർ ടോക്സിക് ലിയോ പീപ്പിൾ അടിച്ചു. അതൊക്കെ എവിടെ? ആരാ? ആ BC വീണെത്തുന്നതാണ്. ആനക്കാട്ടിൽ ചാക്ക് വെച്ച് എലി പൊട്ടി ചത്തുന്നതാണ്. ആ ചത്ത് കേട്ടോ, ചത്ത്. എലി പൊട്ടിയാ? അതെ, ഇവിടെ കിലിം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടുന്നത് അഭിലേ തുടങ്ങിയെന്നല്ലേ. ഞാൻ മറ്റേ ജിയോണിക്സ് ലൈഫിലായിരുന്നു 3 ദിവസം ലൈവ് ഇട്ടിരുന്നത്. എനിക്ക് വയ്യ, അതിലും 2 ലൈവ് ഒക്കെ ഇടണം. ഞാൻ അവിടെ ലൈവ് ഇടണം, അവിടെ ബൈ പറയണം, എന്നിട്ട് ഇവിടെ ഒരു ഹായ് പറയണമുണ്ട്. പിന്നെ എന്തപ്പോൾ കാര്യം രണ്ടും ഇങ്ങോട്ട് ഇതിനെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തും വരും. അതായത് UK ഇവിടെ അടി. അയ്യോ ഞാൻ മ്യൂട്ടല്ല. ബ്രോ താങ്ക് യു കേട്ടാ. മനസ്സിലോട്ട് വെൽക്കം ടെസ്റ്റ്. യോഗി ബഗ്ഗായി തന്നെ വീണു ഡെഡായി റബ്ബാക്കി വന്ന ഇവിടെ അടി. ഹെർബി ഡൗൺ. ഓ പീഡിയും KTM ഓടി. ഓക്കെ, ഇവിടെ കരടി സാബു ഡൗൺ ആയിട്ടുണ്ട്. കെ സാബു ലിയാസ് ചിയറിൻ ഡൗൺ ആയിട്ടുണ്ട്. അതും പീഡി തന്നെ തോന്നുന്നുണ്ട്. ഡോക്ടർ KTM ആണ് അടിച്ചിരിക്കുന്നത് കേട്ടാ പീഡിനെ. ഓ ഇവിടെയാണ് എലി പൊട്ടിയത്. ഇവിടെ വണ്ടിയോട് പൊട്ടി കിടക്കുന്നുണ്ട്. താങ്ക്സ്. ഓളടിച്ചില്ലേ കള്ളൻ. ഓ ചാക്കോച്ചി ഇവിടെ ഡൗൺ ആയിരുന്നു. എന്താ എയർപോർട്ട് പിടിക്കുന്ന അവിടെ ആരാ? അവിടെ താങ്ക് യു. POV ഇല്ല, റെക്കോർഡ് ആക്കിയില്ല. സൂപ്പർ. ഞാൻ DM ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാഫ് ഹാപ്പി എന്താടാ? അതാടാ എന്ത് സിറ്റിസൺ വണ്ടിയിലേക്ക് പോണേ. UK സൈഡിൽ എവിടെ? ഞാൻ കണ്ടിട്ടില്ല. വെള്ള വണ്ടി പോകണം നട റോഡിൽ കൂടെ. ചത്തല്ലോ, നീ ഇറങ്ങാത്തല്ലോ. ഓക്കെ, ഇവിടെ KTM യൂക്കെന്റെ വണ്ടി എടുത്തിട്ടാണല്ലേ KTM പോണേ. ബുള്ളറ്റ് റിലോഡൊന്നും ഇല്ലേ? ഒരു ഐഡിയ ഇല്ല. സവാരി എവിടത്തെയാണ്? പോയിട്ടോ. താങ്ക് യു. താങ്ക് യു. മനസ്സിലോട്ട്. ഇവിടെ പീടി വണ്ടി മറിഞ്ഞതായിരുന്നല്ലേ. ഇവർ ഈ വണ്ടി എങ്ങനെ എടുക്കും? കൺസ്യൂമർ വണ്ടി ഒരു പിടുത്തല്ല. എല്ലാം കഴിഞ്ഞ് ശാന്തമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഇവിടെ നിന്ന് അങ്ങനെ എടുക്കും. ഫ്രണ്ടിൽ അത്രയും പാർക്കില്ല. അയ്യോ വീണ് ഇല്ല. ഹാഫ് ഹാപ്പി പിന്നെ ആകുന്ന അവൻ പലതും പറയും. മൈൻഡാക്കണ്ട മൊയിലാളി. പീടി വണ്ടിക്ക്
ചാവണവരൊക്കെ ഗാംഗ്ര പിടിച്ചിട്ടൂടെ? അതല്ലേ ബെറ്റർ. ആ ഞാൻ കാണുന്നില്ല, ഞാൻ ഹെൽപ്പെട്ട് രണ്ടുപേർക്ക് അങ്ങനെ പഠിച്ചു വിട്ടു. അതാവുമ്പോ കൊറേ ബ്ലിപ്പ് അങ്ങ് കുറഞ്ഞോട്ടെ. ഓ അടാറാദർശ ട്രക്ക് പിടിച്ചെടുക്കാൻ നിൽക്കണം, അല്ലെങ്കിൽ കുടുങ്ങിയതാ ഇതിൻ്റെ ട്രക്ക് പോയിട്ട് കുടുങ്ങിയതാ മോനേട്ടാ. അയ്യോ വീണ്. നല്ല ഫയർ കിട്ടുന്നു. ഇത് രണ്ട് സൈഡിൽ നിന്നാടി. വിനു ബോസ് ബ്രയാൻ പിക്കൊക്കെ എടുത്തോടെയോ? എവിടെ അത്? ആ വഴി പോയതിന്റെ സിറ്റിസൺ അടിച്ചിട്ടത് ഇനി. ആ വീണ്ടും ഒരു ഡൗൺ. യോ ഫോണിയാ ഇതിന് വാ ഈസി വാ, കമൻഡർ അറിയാം. ഓ ശരിയല്ല വാലുവൻ ഈസി വരും. ആ മികച്ചൊരു സൗണ്ട് മാറ്റി ഇങ്ങോട്ട് വരും. അതാ ബസ് വരട്ടെ. അങ്ങനെ ഉണ്ട് കേട്ടോ അതിന് ചുറ്റോളം. ആ KTM ആണ്. ഓ ട്രക്ക് എടുക്കുന്ന KTM ടർബോ. എറിക്ക് അതിൻ്റെ ഇടക്ക് എടുക്കോ പോകുന്നല്ലേ. KTM അക്യൂട്ട്. ഓ വരും എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഹോമിയാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. ശരിക്കും സണ്ണേറ്റ് ഇവിടെ കല്ലിനടിച്ച് നിൽക്കാൻ നോക്കുന്നു. ടയറില്ലാത്ത വണ്ടിയാ. എടേ അവിടെ പീഡിയും UK അടിയാണല്ലേ റിപ്പയറിന്റെ അവിടെ. അയ്യോ കത്തി. ഞാൻ കൺസ്യൂമർ ചാരിട്ടുണ്ട്. ഇങ്ങോട്ട് വരണം. ഇവരെന്തിനാ ഇവിടെ കിടന്ന് തൻ്റെ ഇവിടുന്ന് ഇവിടെ ഒക്കെ കാണാം. ഇവിടെയാണല്ലേ ബ്രയാൻ പിക്ക് എടുത്തതും. പൂച്ചാങ്കുതെത്തു ദൈവം കുരിശങ്ങൾ എത്തു. അയ്യോ അതെങ്ങനെ? രണ്ട് ഗ്യാങ് റൂപ്പീസ് എങ്ങനെയാന്ന് പറഞ്ഞൂടാ. അടിച്ചോ ഞാൻ അടിക്കില്ല. അല്ല ഈ കമാൻഡ് ഉള്ളതുണ്ടെങ്കിൽ അപ്പേര അടിക്കാൻ ഓയ്യോ വീടിന്റെ വണ്ടി ഇവിടെ കുടുങ്ങി. രണ്ടുപേരും ഇറങ്ങി ഓടി. മിക്കവാറും പടാവും. എടുത്തു ഇത് വേറെ എവിടെയാണല്ല. ഞാൻ നേരത്തെ മുകളിലായിരുന്നു. റോട്ടിക്ക് വണ്ടി പിടിച്ച് പോകണുണ്ട് ഞാൻ ജസ്റ്റ്. ഓക്കെ പണിയാണല്ലോ. രണ്ട് പേടി എടുക്കണ്ടോ? അതെവിടെ? ആ അതിവിടെ. ഓക്കെ പീടി വലിയ പീടി. നല്ല ഡീറ്റെയിൽ ആണ്. ഓ മൊറാനും ഈപ്പൻ പാപ്പിച്ചിക്കും നല്ല കിട്ടുന്നുണ്ടല്ലോ. വണ്ടി കറക്കുവാണ്. കൊണ്ടുപോകും. അയ്യോ പെണ്ണിനെ തലക്ക് കിട്ടി. ഒന്നും പറ്റില്ല കൊണ്ടുപിടി. ഓ മുടിയും പറയാനും മോളി കുത്തിച്ച് പ്രൊട്ടക്ഷൻ. അതടിച്ചോ. ആ ട്രക്ക് എടുക്കാൻ പറ്റുന്നില്ല ചേട്ടാ. കേട്ടോ അയ്യോ പറയണ്ടായിരുന്നു ഞാൻ. വണ്ടി അടുത്തുനിന്നായിട്ട് ഏർപ്പെടും. അയ്യോ മൈക്ലോവൻ ഡൗൺ. ഓക്കെ ജാക്കിച്ചാനാ. ഓ പാവോ ഇനിമോസ് അടിച്ചിട്ട് ജാക്കിച്ചാനാ ചേട്ടാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നു. അടുത്ത സൻവരാജ് ഉണ്ടോ?
കിച്ചണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. KTM വീണ്ടും വന്നിരിക്കുന്നു. വന്നു വലിയൊക്കെ ഫ്രണ്ട് മുക്കിക്കുന്നത് അടിച്ചപ്പുറത്തോട്ടിട്ട്. വിറ്റടിച്ചാ വിറ്റടിച്ചേട്ടാ അങ്ങനെ അടിച്ചപ്പോഴേക്കും പ്ലെയർ അടി നോട്ട് പോകുന്നുണ്ട്. സത്യതാവും ചിലപ്പോ മേ ബി ആയിരിക്കാം കേട്ടാ. തിരിച്ചു പോണു. ഇവരെന്താ തിരിച്ചു പോണേ? ഓക്കെ, അപ്പൊ പീഡി ഏറെക്കുറെ കൊറേ പേര് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ. ഭൂമിക്കടിയിൽ കൂടി ആരാ നേരത്തെ ഇട്ടതല്ലേ? തര വിട്ടതായിരിക്കുമല്ലോ. വണ്ടി കിടന്ന് ഓട്ടോമാറ്റിക് കിടന്ന് കുലുങ്ങുന്ന കേട്ടാ. ഓ അവൻ തള്ളി കയറ്റാൻ നോക്കി കേട്ടാ. ഉണ്ടാള് ആ ഉണ്ടല്ലേ റോമിയോണ്ടല്ലേ. ബെന്നി വീണു. ഓക്കെ, കുമ്പടി ഡൗൺ, ടർബോ ഡൗൺ. ബ്രയ അടുത്ത് കേട്ടോ ഒരുത്തനെ. ആ ബ്രയം വീണു. പ്രശ്നം നോക്കണേ. റാപ്പൊക്കെ ഇടുന്നു. എനിക്കെന്റെ സ്ട്രീം വീണ് മരിച്ചു തോന്നാട്ടാ. ആണെന്താ ഞങ്ങൾ പഠിച്ചോ വീണേക്കെന്നെ? അടിക്കുന്നേ ഉള്ളൂ. പീഡി അപ്പൊ കൊറേ പേര് ഡൗൺ ആയല്ലോ. സൂപ്പർ. കണ്ടായിരുന്നു ഷീൽഡൊക്കെ പിടിച്ചിരിക്കുന്നത്. റയാൻ പക്ഷെ കളിച്ചല്ലോ. റയാൻ പിക്കൊക്കെ എടുത്ത് ഇനിയിപ്പോ അത് ക്ലിപ്പൊക്കെ നോട്ട് ചെയ്തൻ ഇങ്ങനെ ഇവിടെ ഇറങ്ങി എന്ത് ചെയ്യുന്നു? അയ്യോ റോമിയോ പ്രോബ്ലം അടാ ഇടിച്ച് ചത്ത്. പിടിച്ചാ വന്നേ ഇടിച്ചെന്നല്ല, മരയുടെ സൈഡിലായിരുന്നു. ബാക്കും കൊണ്ട് ചെറുതായിട്ടൊരു മുട്ടെടുത്ത് പറന്ന് ഈ താഴെ വീണ് ചത്തുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊറേ നേരം ശരിക്കും വണ്ടി കയറുന്നില്ല. രണ്ട് അറ്റ ടൈം കേട്ടാ ഒരുമിച്ച് വീണ്. വണ്ടി എടുത്തോണ്ട് പോണവൻ. വണ്ടി പോയില്ലേ? ട്രക്ക് പീടി ആരെല്ലാം ഉണ്ടോ? ഉണ്ടാവും എപ്പോഴും 2-3 ബാക്കി ഉണ്ടാവും. അതപ്പം മറ്റേ കൂടെ ഇട്ടേക്ക് കേട്ടോ. ഓ അതാര് ഓക്കെ. അപ്പോൾ KTM ട്രക്ക് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഓൾറെഡി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വന്ന് എന്തൊക്കെ പോയി. അടുത്തത് ഈ വണ്ടി കൊണ്ടുവന്നിട്ട് ഇടിച്ചിട്ട് പോലും ആ ട്രക്കിന് ഒരു അനക്കല്ല കേട്ടാ. ഇവര് റിപ്പയർ കിറ്റ് എടുത്തിട്ടുണ്ടാവില്ല. ഓ KTM ഇറങ്ങി അടിക്കാൻ തുടങ്ങി. അല്ല ഇപ്പുറത്തൊരു വണ്ടി അർക്കേ. എന്നിട്ടും കുറെ കൗണ്ടുണ്ട് കേട്ടോ. അവരെല്ലായിടത്തും ഫൈറ്റ് എടുത്തിട്ടുണ്ട്. കൗണ്ട് ഇല്ലാത്തോണ്ട് ഫൈറ്റിന് കുറെ പേര് വീഴുകയും ചെയ്തു ഓൾറെഡി. ഫൈറ്റ് എടുത്തവര് കുഴപ്പമില്ല. അതല്ല ഞാൻ എന്താ പറയുന്നേ, ഒരു ചാറ്റ് മാറിപ്പോയോ എന്ന് വിചാരിച്ചു. കേറ്റിന്റെ അടുത്ത് ഇടിച്ചെടുത്തതിന് ബുദ്ധി കയറ്റി. ഇവരെന്താ ട്രക്ക് തള്ളിക്കൊണ്ടാവും നോക്കുന്ന. മാറ്റാനുള്ള ഇതാ. ഓപ്പൺ അല്ലേ? റിപ്പയർ ചെയ്യാനുള്ള പരിപാടി റിപ്പയർ കിട്ടുണ്ടാണോ? വണ്ടി അതിന് കത്ത് മിക്കവാറും. രണ്ടാമത്തെ പ്രാവശ്യം വന്നതാ. ഞാൻ OBSന്റെ റെക്കോർഡിങ്, സ്റ്റെയിൻലെസ്സിന് ലൈവും. അപ്പോൾ രണ്ടും കൊണ്ട് ഒരുമിച്ച് വരുന്നുണ്ട്. രണ്ടിലും പാടും. രണ്ടിലും ഞാൻ മ്യൂട്ടാക്കി. അത് അടുത്തോടെയൊക്കെ പോയിട്ട് അവൻ ജസ്റ്റ് മുതലൊക്കെ വീഡിയോ രക്ഷപ്പെടുന്നത്. അടുത്തവിടെ ഈതനിട്ട് തട്ടി കളിച്ചിരുന്നതാ. ഇതല്ല റഡാറാദസിനെ.
അറിയോട്ട് തട്ടി ഒക്കെ കഴിഞ്ഞിട്ട് പീടി കൊണ്ടൊറ്റടി പിന്നെ എടാ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ഗണ്ണ് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ആദ്യം പോയി ഒരുത്തിനെ അടിച്ചുകൊണ്ട് ആകാശത്തൊക്കെ പോകുന്നു. അയ്യോ വല്ലപ്പോഴും ടി ഡി എം കളിക്കണം കേട്ടോ. ബഗി ടി ഡി എം ഇപ്പൊ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. ഏയ് ഇപ്പൻ പാപ്പച്ചി മോവന് 2 പീടി ഉണ്ട് കേട്ടാ യുകെയുടെ വണ്ടിയല്ലേ. ഫേക്ക് അടിച്ചിരിക്കട്ടാ, ഫേക്ക് എന്നൊക്കെ. യുകെയുടെ വണ്ടിയിൽ ആ റിപ്പയർ ചെയ്യുന്നുണ്ട് സൈറിനൊക്കെ ഇടുന്നാ യുകെ ഇവിടെ ഇല്ലല്ല. യുകെ പരിസരത്ത് ഇല്ല. യുകെ റിപ്പയറിന്റെ ഉള്ള യുകെ തന്നെയല്ലേ. പീടി ഉണ്ടല്ലോ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് രണ്ടെണ്ണം. പീടി ഉണ്ട് കേട്ടാ. മാപ്പ് നോക്ക്. പീഡിയിൽ അത്യാവശ്യം കൗണ്ട് കാണുന്നുണ്ട്. അതാ മൊവാനും മറ്റേ ഇങ്ങേരും ഉണ്ട് ഇപ്പൻ പാപ്പച്ചിയും. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. ആ ഭാസ്കവ് ഉണ്ട് 3 പീടി. അതാ ഇവര് ബീച്ച് സൈഡിൽ കൂടെ നൈസായിട്ട് കയറ്റി. യുകെ അവിടെ കാത്തുനിക്കുന്നു. അവര് തിരിച്ചു പോകുന്നു. നൈസായിട്ട് അവര് ഇടിയും കൊടുത്തു സ്വന്തം ടീമിന്. മാറിക്കടാ. അതാ വഴിന്ന് പറഞ്ഞ ഞാൻ ഇതൊക്കെ ഇരുന്ന് കട്ട് ചെയ്യണം. അതാണ് എനിക്ക് മടിയാ. ഓ ബിനു ബോസ്. ഓക്കെ ബിനു ബോസ് ഡൗൺ. ആരാ മറ്റേ തിന്മേശിന്റെ ഷൈന്റെ വണ്ടി ബഗ്ഗായി. എന്തായത് പറഞ്ഞാ? മറ്റേ ഓ അത് പ്രോപ്പോ ഒക്കെ അടിച്ചിട്ടുണ്ടോ? കേട്ടിമിത്ര ആൾ അടിച്ചേട്ടാ യുകെ. ഒറ്റക്കുള്ളവരെ തെരഞ്ഞെടുക്കുകയാണ്. യുകെ പക്ഷെ 6 പേരെ കാണുന്നുള്ളൂ. വീടാണെങ്കിൽ ഇത് യുകെയുടെ പിന്നാലെ പോകുന്നത്. ആ മരത്തിന്റെ ഇടയിലല്ലേ. കേട്ടോ ഇനി നമുക്ക് പീഡിയുടെയും മേവന്റെ ചാറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതും കാണാം. വലിയ റാപ്പ് അടിക്കാം. അത്രേ ഉള്ളൂ സെറ്റ്. ഇപ്പൊ കഴിയും. ഇതിപ്പോ ഫോർട്സായും കൂടെ എത്തിക്കുന്നു. കൺസ്യൂമർ തീരുന്നു. ഇവരെന്തിനാ സ്വന്തമായിട്ട് അടിക്കുന്നത്? പീഡി വണ്ടിയും ഓളെടുത്താ പിങ്ങിട്ട് മതി. ഇതിൽ ഏതാ പീഡി ഏതാ നമ്മളെന്ന് കൺഫ്യൂഷൻ. അതാ യുകെക്ക് ട്രക്കനെ പിടിച്ചിടിക്കുന്നവരെ വണ്ടിക്ക് ഇട്ടിട്ട്. യുകെ ഗ്യാങ്കോസിന്ന് ഇപ്പൊ ചത്തവരൊക്കെ ഇറങ്ങി വരും കേട്ടാ. വണ്ടിയൊക്കെ എടുത്ത് പറന്നിറങ്ങുന്നതാണ്. കൂട്ടി 3000 ഇട്ടോടാ. വയറവയ്ക്ക് അതിടാൻ വേണ്ടിട്ടാ, മറ്റേ അവന്മാർക്ക് ഇടാൻ വേണ്ടിട്ടാ. എന്തായാലും സ്റ്റാഫ് സിറ്റി വരെ ആയിരിക്കല്ലേ പോകുന്നത്. അയ്യോ അല്ല 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 സ്റ്റാഫ് സിറ്റി അല്ല. വെയിറ്റ് സെക്കൻഡ്. ഇല്ല സ്റ്റാഫ് സിറ്റി പോകത്തില്ല. 40-13 ഇട്ട് 40-13 അല്ല കേട്ടോ. സിമെന്റ് ഫാക്ടറി എല്ലാവർക്കും അറിയാലോ സിമെന്റ് ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ നോളജ് വേണം. പറഞ്ഞു കേട്ടാ. വേറെ പറഞ്ഞു അവര് സാൻഡി ഫ്ലൈങ് ക്രാഷ് ഇവിടെ കൂടെ പോണ എയർപോർട്ടിൽ കൂടെ ഒക്കെ പോകുന്നത്. എയർഫീൽഡ് വഴിയൊക്കെ അപ്പുറത്ത്. ഓ അവിടൊക്കെ കളറായിട്ടിരിക്കുന്നു. പക്ഷെ മോഡില്ലാത്ത സുഖല്ല. ഞാൻ നോക്കുമ്പോ പാവൻ ജാക്കി വണ്ടി കയറിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റ് കയറിയിരിക്കുന്നു. അപ്പൊ അടി വന്നു പുറത്തിറക്കി. അവിടുന്ന് കിട്ടി. എന്റെ കൂടെ വന്നപ്പോ സേഫ് ആയിരുന്നു ആള്. അവസാനം ഒറ്റയ്ക്ക് പോയതാ. ഫുൾ കറങ്ങലായിരുന്നല്ലോ. ചില്ലിങ് ആയിരുന്നു. പോത്തില്ലടാ. അതല്ലേ നിന്നോട് സാൻഡി ചർച്ച എന്നിട്ടോ 5000 ഇടാ. 5000 ഇടാ. 5000 പോസ്റ്റലോട് അല്ലെങ്കിൽ ഇനിയിപ്പോ അവര് ചർച്ച നോക്കി നോക്കി എത്തിക്കോല്ലോ വര് വാക്കിലാരിലുണ്ടാ. അയ്യോ ആരില്ല പീടിയുണ്ട് കേട്ടാ. അതേ ഒന്ന് വെള്ളത്തിടുവോ? അന്നും ഭാസ്കരൻ തന്നെയല്ലേ ലാസ്റ്റ് വന്നിരുന്നത്?
ആണ് ബാസ്കോ അത്യാവശ്യം സേഫ് പ്ലെയർ ആണ് പക്ഷെ അത്യാവശ്യം ആ, പോയി, പോയി, പോയി. ബാസ്കോ തട്ടൂല്ലേ അയ്യോ പോയി ഏട്ടാ പക്ഷെ പോയി. മുങ്ങൂല്ലല്ലോ അത് ആ, പോയി, മുങ്ങാല്ല പോയി. വെള്ളമൊന്നുമില്ല മുങ്ങത്തില്ല പക്ഷെ ട്രക്ക് വശൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇല്ല എത്തും ഓ ശരിയല്ല അത് കടന്നു കഴിഞ്ഞാ പിന്നെ ആ അത് കടന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ പരിപാടി ഇല്ല ഇപ്രാവശ്യം വലുവിനില്ലല്ലോ ബാസ്കോ വരുന്നുണ്ട് എടാ ഇട്ടോടാ ലീവ് അല്ലേ ലീവ് കേറിക്കോട്ടെ ആ ടൈപ്പ് ചെയ്തോ വരത്തില്ല ടൈപ്പ് ചെയ്തിട്ട് പടിയൊക്കെ കഴിഞ്ഞ് ഇട്ടോ ആദ്യം കൺസേൺ ഇട്ടോ കേട്ടോ ഇത് കോയിനായിരുന്നില്ലേ എടാ ബാസ്കോ പോന്നു അത് വിട്ടാൻ അടിച്ചു അത് കണ്ടപ്പോ എനിക്കൊന്ന് ആൾക്ക് അറിയാമല്ലോ അതപ്പം നൈസായിട്ട് വിട്ടാൻ അടിച്ചു ഓക്കെ ഇല്ല ഞാൻ പെട്ടി കൊടുത്തണ്ടേ പെട്ടി കിട്ടിയാ ആ പെട്ടിന്റെ അകത്താണ് അത് കൈ വെളിയിലാണോ? കിട്ടില്ലൊരെണ്ണോ കയ്യിലാ? ആ കിട്ടി 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 പോക്കോ കിട്ടി, ഞാൻ കിട്ടി. പ്രോസസ്സിന് ബന്ധപ്പെടും ആ ഓക്കെ എന്തൊരു പറ്റിന്ന് ഓക്കെ അപ്പോ കെട്ടിയും കൺസ്യൂമർ എടുത്തിട്ടുണ്ട് ജി